രക്ഷാസന്ദേശം രക്ഷാസന്ദേശം വരവായ യേശുവിൻ രക്ഷാസന്ദേശം വിടുതല വിടുതലായി ജീവനായി രക്ഷാസന്ദേശം വരവായ യേശുവിൻ രക്ഷാസന്ദേശം രക്ഷാസന്ദേശം രക്ഷാസന്ദേശം. കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് വീണ്ടും കടന്നു വരുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സർവശക്തനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്കവനെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കിയ മനോഹരമായ ദിവസമാണ്. കർത്താവാണ് ഇന്നത്തെ ഈ ദിവസം നമ്മൾക്ക് ദാനമായി നൽകിയത്. അനേകർ ആഗ്രഹിച്ചു, പക്ഷേ അവർക്ക് പലർക്കും ലഭിക്കാതെ പോയി. എന്നാൽ നമുക്കത് സാധ്യമാക്കിയതോർത്ത് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തെ അധികരിച്ചുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ ദൈവജനത്തിൻ്റെ 7 പെരുന്നാളുകളിലേക്ക് ഗതിമാറിയത്. ദൈവജനത്തിന് വേണ്ടി യഹോവയായ ദൈവം കൽപ്പിച്ചാക്കിയ 7 പെരുന്നാളുകളുണ്ടായിരുന്നു. എന്തിനായിരുന്നു പെരുന്നാളുകൾ എന്ന് ചോദിച്ചാൽ, ദൈവം അവരെ നടത്തിയ വഴികളിലേക്ക് നോക്കി സ്തോത്രം ചെയ്യാനായി എല്ലാവരും ഒരുമിച്ച് കൂടേണ്ട ഒരു വർഷത്തിലെ വൈവിധ്യമാർന്ന അല്ലെങ്കിൽ വിവിധമായ കാലയളവിനെയാണ് പെരുന്നാളുകൾ എന്ന് പറഞ്ഞ് അവർ ആഘോഷമാക്കി തീർത്തിരുന്നത്. ഇതിൽ നമ്മൾ 5 പെരുന്നാളുകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 6-ാമത്തെ പെരുന്നാളിനെ സംബന്ധിച്ചാണ്. ദൈവജനമായ ഇസ്രായേലിൻ്റെ 6-ാമത്തെ ഉത്സവം. ലേവ്യാപുസ്തകം 23-ാം അധ്യായം 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മഹാപാപപരിഹാര ദിവസം അല്ലെങ്കിൽ മഹാപാപപരിഹാര പെരുന്നാൾ കാണുവാനായിട്ട് സാധിക്കും. കാഹളധ്വനിയുടെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഭയുടെ കാലയളവ് കഴിഞ്ഞാൽ ഉടനെയാണ് ഈ മഹാപാപപരിഹാര ദിവസം. അവിടെ നാം നിന്ന് ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് യഹൂദാ ജനം ഒരുമിച്ചാർപ്പിട്ടു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അങ്ങനെ ലോകചരിത്രത്തിൽ തെറ്റ് ചെയ്യാത്ത ഒരുത്തൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നല്ല, തെറ്റ് ചെയ്യാത്ത ഒരുത്തനെ തെറ്റില്ല എന്ന് അറിഞ്ഞിട്ടും ക്രൂശിക്കാൻ ഏൽപ്പിച്ചതിൻ്റെ ശാപം ഇരന്നു വാങ്ങിച്ചു. കർത്താവ് അവരെ ആ സമയത്ത് ശിക്ഷിച്ചൊന്നുമില്ല. ആ തലമുറയോട് അവൻ ക്ഷമിക്കുക തന്നെ ചെയ്തു. പക്ഷേ ഭാവി തലമുറ കർത്താവിനെ അംഗീകരിക്കാൻ വാതിൽ തുറന്നു വയ്ക്കുകയും ചെയ്തു. രക്ഷയുടെ വാതിൽ അവരുടെ മുൻപാകെ കർത്താവായ യേശുക്രിസ്തു മലർക്കേ തുറന്നിട്ടു. യഹൂദനെന്നോ യവനനെന്നോ വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു. യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല, രക്ഷയ്ക്കൊരു വാതിൽ. ഈ കാലയളവ് മുഴുവനും യഹൂദന്റെ മാനസാന്തരത്തിനു വേണ്ടി, യഹൂദന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, സർവജാതികളുടെയും ഉദ്ധാരണത്തിന് വേണ്ടി അവൻ രക്ഷയുടെ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. എന്നാൽ കാഹളധ്വനിയുടെ പെരുന്നാൾ, മധ്യാകാശത്ത് കർത്താവിൻ്റെ കാഹളം ധ്വനിച്ച് സഭാ കാലയളവ് അവസാനിക്കുന്ന ആ ഓർമ്മയ്ക്ക് ശേഷമാണ് മഹാപാപപരിഹാര പെരുന്നാൾ ആരംഭിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഉത്സവങ്ങളും ആനന്ദമയമാണ്, സന്തോഷമയമാണ്. എന്നാൽ സന്തോഷം തീരെയില്ലാത്ത
അനുതാപത്തിൻ്റെ, സഹതാപത്തിൻ്റെ, സങ്കടത്തിൻ്റെ ഒരു ഉത്സവമാണ് മഹാപാപപരിഹാര ദിവസം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് മഹാപീഡനകാലത്തെ കാണിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സഭയുടെ കാലയളവ് കഴിഞ്ഞാൽ ദൈവജനം അന്തിക്രൈസ്തവ പീഡയിലൂടെ കടന്നു പോകും. ആ കാലയളവ് ഏകദേശം 7 വർഷം നിൽക്കും, ഒരാഴ്ചവട്ടം. ആ ആഴ്ചവട്ടത്തിന്റെ അവസാനം കർത്താവിന്റെ കാൽ കിഴക്കുള്ള ഒലിവുമലമേൽ കുത്തുന്ന നാളിൽ ഹദദ്രിമോനിലെ വിലാപം പോലെ അവർ വിലപിക്കും. യെരൂശലേമിൽ വാഴേണ്ട കർത്താവിനെ കുറിച്ചോർത്ത്, അവരുടെ രാജാവിനെ കുറിച്ചോർത്ത് അവർ അയ്യം വിളിച്ച് കരയും. സഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം: ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ചും വ്യസനിക്കും. അന്നാളിൽ മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദദ്രിമ്മോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപമുണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകം, അവരുടെ സ്ത്രീജനം പ്രത്യേകം. നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകം, അവരുടെ സ്ത്രീജനം പ്രത്യേകം. ലേവി കുലത്തിന്റെ പ്രത്യേകം, അവരുടെ സ്ത്രീജനം പ്രത്യേകം. ശിമെയി കുലം പ്രത്യേകം, അവരുടെ സ്ത്രീജനം പ്രത്യേകം. ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം സ്ത്രീജനങ്ങൾ പ്രത്യേകം. എല്ലാം കൂട്ടത്തോടെ സഹതപിക്കുന്നു, അനുതപിക്കുന്നു, വിലപിക്കുന്നു. അവരുടെ സന്തോഷം, അവരുടെ നൃത്തം വിലാപമായി മാറി. കൃപയുടെ കാലയളവ് അവസാനിച്ചു, സഭായുഗം അവസാനിച്ചു, മഹാവിലാപത്തിന്റെ കാലം ആരംഭിച്ചു. അന്തിക്രിസ്തു യഹൂദ ജനത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവർ പീഡയേറ്റു വാങ്ങിച്ചു. 7 വർഷക്കാലം കൊണ്ട് അവരൊരു കാര്യം പഠിച്ചു: നമ്മളുടെ പിതാക്കന്മാർ ക്രൂശിച്ചു കൊന്ന യേശു തന്നെ മശിഹ. അവനെ അവർ കുത്തി മുറിവേൽപ്പിച്ച മുറിവുകളിലേക്ക് അവരുടെ തലമുറ ഇമപെട്ടാതെ നോക്കി നിന്നു. അവർ രാജാതിരാജാവെന്ന് വസ്ത്രത്തിന്മേലും തുടമേലും എഴുതപ്പെട്ടവനായി വെള്ളക്കുതിരപ്പുറത്തിറങ്ങി വരുമ്പോൾ ദൈവജനം ഒരുമിച്ച് വിലാപം കഴിച്ച് ഹദദ്രിമോനിലെ വിലാപം പോലെ വിലപിച്ച് അവർ അനുതാപത്തോടെ കർത്താവിനോട് ഏറ്റുപറയും. യോശിയ രാജാവിൻ്റെ അവിവേകം മൂലമുണ്ടായ അകാല നിര്യാണത്തിൽ യഹൂദ ജനം വിലപിച്ച കാര്യമാണ് നാം സഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകം 35-ന്റെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ആ വിലാപത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 12-ന്റെ 14-ാമത്തെ വാക്യം, അഥവാ സഖരിയാവ് 12-ന്റെ 14 വാക്യങ്ങളിൽ ഓരോ കുലവും പ്രത്യേകം പ്രത്യേകം അനുതാപത്തോടെ ഇവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിലവിളിക്കുകയാണ്. അങ്ങനെ അവരുടെ പാപത്തിൻ്റെ പരിഹാര ദിവസം വരും 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 എന്നുള്ളതിൻ്റെ പ്രാവചനികമായ സ്മരണയെ അയവിറക്കിക്കൊണ്ട് ദൈവജനം ആചരിച്ചു വന്ന ഒരു ഉത്സവ ദിനമാണ് മഹാപാപപരിഹാര പെരുന്നാൾ. ഈ പെരുന്നാളിന് ചില പ്രത്യേകതകളുണ്ട്. മറ്റെല്ലാ പെരുന്നാളുകളിലും
ജനങ്ങൾ ഉല്ലസിച്ചാനന്ദിച്ചാർപ്പിടുമ്പോൾ ഈ പെരുന്നാളിൽ മാത്രം ജനം ആത്മതപനം ചെയ്യണം. രട്ടിലും വെണ്ണീറിലും ഇരുന്ന് അവർ അനുതപിക്കണം, അവർ സങ്കടപ്പെടണം. ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം അവൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷനാകുമ്പോൾ ഇസ്രായേൽ ജനം കുലംകുലമായി അവരുടെ പിതാക്കന്മാർ ചെയ്ത അകൃത്യത്തെ ഓർത്ത് സഹതപിക്കുന്നു, അനുതപിക്കുന്നു, വിലപിക്കുന്നു, ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തോത്രം. അന്നാളിൽ അവർ മശിഹായി അംഗീകരിക്കും. മശിഹ ഞങ്ങളുടെ രാജാവായി എഴുന്നള്ളി. പ്രിയരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വളരെ കൃത്യമായി രേഖപ്പെടുത്തി. കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടി അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. അന്ന് മുതൽ കന്യകാത്വം കാത്ത് മശിഹായുടെ ജനനത്തിന് വേണ്ടി ഇന്നും അവർ കാത്തിരിക്കുകയാണ്. ഏതോ ഒരു കന്യകയിൽ കാലത്തികമെങ്കിൽ ഒരു ശിശു ജനിക്കും. അതാണ് മശിഹ. എന്നാൽ യഥാർത്ഥ മശിഹായുടെ ജനനം അവർ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നില്ല. കൊട്ടാരത്തിലായിരുന്നില്ല, കൊട്ടാര പറമ്പിലായിരുന്നില്ല. കാലിത്തൊഴുത്തിൽ അവനെ കിടത്തി, ഇടയന്മാർ അവനെ പുകഴ്ത്തി, വിദ്വാൻമാർ അവനെ വണങ്ങി. അങ്ങനെ അവർ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ അവരുടെ മശിഹ വന്നു. അതുകൊണ്ട് അവർ പല്ലും നഖവും ഉപയോഗിച്ച് ആ മശിഹായുടെ പേരെടുത്തു വന്നവനെ നഖശിഖാന്തം കള്ളസാക്ഷ്യം പറഞ്ഞ് ക്രൂശിച്ചു കൊന്നു. കയ്യഭാവും മഹാപുരോഹിത സംഘവും സന്നിധിയും സംഘവും ഒന്നിച്ചു ചേർന്ന് അവനെ ക്രൂശിക്കാൻ ഒത്തുകൂടി. അങ്ങനെ മഹാപാപപരിഹാര ദിനം അതിനു വേണ്ട വഴികൾ ഒരുക്കപ്പെട്ടു. ക്രൂശിക്ക എന്ന് പീലാത്തോസിനോട് ആർത്താർത്ത് പറഞ്ഞു. ജനത്തിന്റെ ആരവും അടങ്ങാതെ വന്നപ്പോൾ ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ് അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. കൊന്നുകളയാൻ വിട്ടുകൊടുത്തു. മനസ്സാക്ഷിയുടെ ആക്ഷേപത്തെ വകവയ്ക്കാതെ അഖിലാണ്ടത്തിന്റെ ഉടയവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് ഭരണകൂടങ്ങളെ വിറപ്പിച്ച യഹൂദാ ജാതി ഇതാ ക്രിസ്തുവിന്റെ മധ്യാകാശത്തെ വരവിന് ശേഷം, അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണ ശേഷം യഹൂദാ സമൂഹം ഒരുമിച്ച് വിലപിക്കും. 666 എന്നുള്ള മുദ്ര, അന്തിക്രിസ്തുവിന്റെ മുദ്രയേൽക്കാതെ മശിഹായുടെ ആഗമനത്തിന് പ്രതീക്ഷയോടെ കാത്ത് ഒരു വിടുതലും ഉദ്ധാരണവും സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് കരുതി കാത്തിരുന്ന അവർ ഒട്ടും നിരാശരായില്ല. പീഡ ധാരാളം ഏൽക്കേണ്ടി വന്നു. രക്തം ധാരാളം ചിന്തപ്പെട്ടു. അനേകം യഹൂദന്മാർ രക്തസാക്ഷികളായി. അനേകർ ഒളിഞ്ഞും മറിഞ്ഞും അവർ പല കാരണങ്ങളാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവായി. ഏറ്റവും ഒടുവിൽ മഹാരാജാവ് എഴുന്നള്ളിന ദിവസം ചെറിയവരായ യഹൂദനെ നോക്കിക്കൊണ്ട് ജാതികളെ ന്യായം വിധിച്ചു. അവർക്ക് നിത്യപ്രകാശത്തിലേക്കുള്ള വഴികളെ തുറന്നു. പ്രിയ ദൈവമക്കളെ, യഹൂദനെ സംബന്ധിച്ച് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. ഒലിവുമലയിലേക്കുള്ള ആഗമനമാണ് അവരുടെ മഹാപാപപരിഹാര ദിനമായി കാണുന്നതെങ്കിൽ, ഈ കാലയളവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് പാപവും ഏത് പാപിക്കും ഏത് സമയത്തും ഏത് സ്ഥാനത്ത് വെച്ചും വിടുതൽ ലഭിക്കും.
മോചനം ലഭിക്കും. അനുദപിച്ചാൽ, പാപത്തെ ഓർത്ത് സങ്കടപ്പെട്ടാൽ, പാപത്തെ ഓർത്ത് കരഞ്ഞാൽ പാപമോചനം സുനിശ്ചിതമാണ്. ലേവ്യാപുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവജനമായ ഇസ്രായേലിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു ദിവസം കൽപ്പിച്ചിരുന്നു. യഥാനി മാസം 10-ാം തീയതി ഊനമില്ലാത്ത കുഞ്ഞാടിനെ യാഗം കഴിച്ച് പാപത്തിന് താൽക്കാലികമായി ശമനം വരുത്തി അവർ സമാധാനവും നിർവൃതിയും അടഞ്ഞിരുന്നു. എന്നാൽ യഥാനി മാസം 10-ാം തീയതി സർവജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെട്ട ആട്ടിൻകുട്ടിയുടെ രക്തം മഹാപുരോഹിതൻ കൊണ്ടുപോയി സാക്ഷ്യപ്പെട്ടകത്തെ മൂടിയ പലകയായ കൃപാസനത്തിന്മേൽ 7 വട്ടം തളിച്ച് തിരിച്ചു വന്ന് ജനത്തെ അനുഗ്രഹിക്കും. അങ്ങനെ അവരുടെ പാപത്തിന് താൽക്കാലികമായ പരിഹാരം വന്നുകൊണ്ടിരുന്നു. അവർ പാപത്തെ ഓർത്ത് കരഞ്ഞും വിലപിച്ചും കൊണ്ടിരുന്നു. പുതിയ നിയമസഭയെ, ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, നമ്മൾ എത്രയോ ധന്യനാണ്. എപ്പോൾ നമ്മൾ പാപത്തിൽ വീണാലും, വീണുപോയല്ലോ എന്നുള്ള അനുതാപത്തോടെ ഇനി മേലിൽ ഞാനത് ചെയ്യില്ല എന്ന തീരുമാനത്തോടെ പാപമോചനം കൊടുക്കുന്നവന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം നയിച്ചാലുണ്ടല്ലോ, ഏത് പാപവും ക്ഷമിച്ചു തരുന്ന ഒരു നല്ലവനായ കർത്താവ് നമ്മൾക്കായി ജീവിക്കുന്നു. ഒരു നല്ലവനായ കർത്താവ് നമ്മൾക്കായി ജീവിക്കുന്നു. ആ കർത്താവിനെ മറക്കല്ലേ. ആ കർത്താവിൻ്റെ നിത്യമായ സ്നേഹത്തിൽ, വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ജീവിതം വിട്ടുകൊടുക്കൂ, അതിനായി സമർപ്പിക്കൂ. അങ്ങനെ ദൈവജനത്തിൻ്റെ 6-ാമത്തെ പെരുന്നാൾ മഹാപാപപരിഹാര പെരുന്നാൾ. 7-ാമത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ലേവ്യാപുസ്തകം 23-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി വാസത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ പെരുന്നാൾ. തങ്ങളുടെ മനോഹരമായ ഭവനങ്ങളെ വിട്ട് കേവലം താൽക്കാലികമായ കൂടാരങ്ങളിൽ ഒരാഴ്ചക്കാലം, ഒരു ആഴ്ചവട്ടം അവർ പാർക്കണമായിരുന്നു. ഒരാഴ്ച മുഴുവൻ അവർ കൂടാരങ്ങളിൽ പാർക്കും. വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ ജീവിതം ഈ മണ്ണിൽ താൽക്കാലികമായ കൂടാരങ്ങളിൽ നമ്മൾ കഴിയുന്നതിന് തുല്യം. ഇന്നും ഗോത്രം തിരിഞ്ഞിട്ടില്ലെങ്കിലും, യഹൂദന് യാഗങ്ങളില്ലെങ്കിലും, യെരൂശലേം ദൈവാലയമില്ലെങ്കിലും, കൂടാരപ്പെരുന്നാളിൻ്റെ കാലങ്ങളിൽ ഇന്നും യെരൂശലേമിൽ കടന്നു ചെന്നാൽ യെരൂശലേമിൻ്റെ മതിലുകളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെച്ച് തലതല്ലി കരയുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കാണാം. കൂടാരപ്പെരുന്നാൾ ദിനം ചെന്നാൽ അവിടെയെല്ലാം ചെറിയ ചെറിയ കൂടാരങ്ങൾ കെട്ടി, താൽക്കാലിക ടെന്റുകൾ കെട്ടി അതിലിവർ കഴിയുകയാണ്. എന്തിൻ്റെയോ ഓർമ്മ. അവരുടെ പിതാക്കന്മാർ 430 വർഷക്കാലം അടിമനുഖത്തിന്റെ കീഴെ കിടന്ന് ഫറവോന് ഊഴിയ വേല ചെയ്ത് ജീവിതം നഷ്ടപ്പെടുത്തിയതിൻ്റെ നടുവിൽ നിന്ന് യഹോവയായ ദൈവം അർദ്ധരാത്രിയിൽ വിളിച്ചിറക്കി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ആ യാത്രാവേളയിൽ അവർ മരുഭൂമിയിൽ അടിച്ച് കൂടാരത്തിൽ പാർത്തു. 25 ലക്ഷത്തിലധികം വരുന്ന ജനം കനാൻ നാട്ടിൽ പ്രവേശിച്ച് സ്വന്തമായ കെട്ടിടങ്ങളും സ്വന്തമായ സ്ഥലങ്ങളിലും പാർക്കുന്ന കാലം വരെ മരുഭൂമിയിലെ കൂടാരങ്ങളിൽ പാർത്തു വന്നതിൻ്റെ ഓർമ്മയ്ക്കായി അവർ കൂടാര പെരുന്നാൾ ആചരിച്ചു. പ്രിയ ദൈവമക്കളെ, പുതിയ നിയമസഭയായ നമ്മൾക്ക്
ഇതാണ് നമ്മുടെ കൂടാരം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സാവധാനം വായിച്ചു നോക്കുക. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇതാണ് നമ്മുടെ കൂടാരം. ഈ കൂടാരം പൊളിഞ്ഞു പോകേണ്ടതാണ്. നമ്മൾക്കിന്ന് കൂടാര പെരുന്നാളില്ല, നമ്മൾക്കിന്ന് പാപപരിഹാര ദിവസമില്ല, നമ്മൾക്കിന്ന് കാഹളധ്വനിയുടെ പെരുന്നാളില്ല, നമുക്കിന്ന് ഉത്സവങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ഏത് നിമിഷത്തിലും പാപത്തിന് പരിഹാരമുണ്ട്. നമ്മൾ കൂടാരത്തിനകത്ത് ഇരുന്ന് ഞെരുങ്ങുകയാണ് നാഴിക തോറും വിനാഴിക തോറും. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മൺകൂടാരം വിട്ട് പിരിഞ്ഞ് എൻ്റെ കർത്താവിനോട് ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ഈ മൺകൂടാരം ഒന്ന് ഉടഞ്ഞു പോയിരുന്നെങ്കിൽ പൗലോസ് കൊതിയോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ടെന്നറിയാം. ഉരിവാനല്ല, മർത്യമായത് ജീവനോടിരിക്കുമ്പോൾ തന്നെ മാറിപ്പോയിട്ട് അമർത്യമായത് അതിൻ്റെ മീതെ ധരിപ്പാൻ ഞാൻ വാഞ്ചിക്കുന്നു. ഇതാണ് കൂടാരപ്പെരുന്നാൾ. ഇതാണ് നമ്മുടെ കൂടാരപ്പെരുന്നാൾ. ഇതാണ് യഹൂദാജനത്തിൻ്റെ കൂടാരപ്പെരുന്നാൾ. നമ്മൾ ഇന്ന് കൂടാരത്തിൽ വസിക്കുന്നു. നമ്മുടെ ഈ കൂടാരം പൊളിയുന്ന കാലം വരും. യഹൂദാജനം കൂടാരത്തിൽ വസിച്ചു. അവരും കൂടാരത്തിന് പുറത്തിറങ്ങി യഹോവയെ ആരാധിക്കുന്ന കാലം വരും. കർത്താവ് യെരൂശലേമിൽ രാജാവായി വാഴുന്ന കാലത്ത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും യഹൂദന്മാർ തങ്ങളുടെ മഹത്വത്തിന്റെ പ്രത്യാശിയായ യഹൂദന്മാരുടെ രാജാവായ ദാവീദ് പുത്രനായ യെരൂശലേമിലെ രാജാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കാണുവാൻ അവർ വന്നുകൂടും. അന്ന് അവർ ആനന്ദം കൊള്ളും. അവരുടെ എല്ലാ പെരുന്നാളുകളും കർത്താവിൻ്റെ സാന്നിധ്യത്തോടെ പര്യവസാനിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ മക്കളെ 7 പെരുന്നാളുകളും 7 സത്യങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളുകൾക്കപ്പുറത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. അതിന് കർത്താവ് നമ്മളെ ഹാർദവുമായി ക്ഷണിക്കുകയാണ്. വചനം കേൾക്കുന്ന താങ്കളെ കർത്താവിന് ഇഷ്ടമാണ്. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. മഹത്വം കർത്താവ് എടുക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സമർപ്പിക്കുകയാണ്. എല്ലാവരോടും നീ കരുണയാകണമേ. അങ്ങയുടെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണം. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വഴികളെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ എൻ്റെ പ്രിയ പ്രേക്ഷകരായ എല്ലാവരെയും സഹായിക്കണം. അവരുടെ കുടുംബങ്ങളിൽ നീ പാർക്കണമേ. രോഗത്തിൻ്റെ കെട്ടുകളെ നീ അഴിക്കണമേ. വിശ്വാസത്തിൻ്റെ അതേ ശാക്തിക മേഖലകളിൽ അവരെ പിടിച്ചു നിർത്തണമേ. പാപം ചെയ്യാതെ സൂക്ഷിക്കണം. ദൈവകൃപയിൽ കാത്തുകൊള്ളണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.